ആരോഗ്യം അമൂല്യം. എന്താണ് റേഡിയേഷൻ? ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ റേഡിയേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷമ പി സംസാരിക്കുന്നു. റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളാണ് ഓടിയെത്തുന്നത്. ഒന്ന് ക്യാൻസർ ചികിത്സ, രണ്ടാമത് മൊബൈൽ ഫോൺ. പക്ഷേ ഈ റേഡിയേഷൻ എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ കേട്ട കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ എന്നിവയിൽ മൂന്നാമതായി റേഡിയേഷൻ വരുന്നു. അതായത് എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഒരു മീഡിയത്തിൻ്റെ സഹായമില്ലാതെ സഞ്ചരിക്കുന്നതാണ് റേഡിയേഷൻ. മെത്തേഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ. റേഡിയേഷൻ നമ്മൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് പറയാറുള്ളത്. ഒന്ന് പാർട്ടിക്കിൾ റേഡിയേഷൻ, പിന്നെയുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എക്സ്റേസും ഗാമ റേസും, നമ്മൾ മൊബൈലിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സും നമ്മൾ സാധാരണ ലൈറ്റും എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. പിന്നെയുള്ളത് പാർട്ടിക്കിൾ റേഡിയേഷൻസ് ആണ്. അതായത് ഹൈ എനർജി പാർട്ടിക്കിളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആൽഫ, ന്യൂട്രോൺ എന്നിവ പാർട്ടിക്കിൾ റേഡിയേഷൻസ് ആണ്. ഇത് വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, രണ്ടാമത്തത് നോൺ അയണൈസിങ് റേഡിയേഷൻ. എന്താണ് അയണൈസിങ് റേഡിയേഷൻ? ഈ റേഡിയേഷൻ, അതായത് എനർജി ഒരു പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അയണൈസേഷൻ സംഭവിക്കുന്നു. ഇത് ആ പദാർത്ഥത്തെ അല്ലെങ്കിൽ ആ മീഡിയത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നു. അതാണ് അയണൈസിങ് റേഡിയേഷൻ. ഇതാണ് നമുക്ക് നമ്മുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഈ അയണൈസേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ് നമ്മുടെ ലൈറ്റും മൈക്രോവേവ്സൊക്കെ. അതിൽ നിന്നും ഒന്നും അയണൈസേഷൻ സംഭവിക്കുന്നില്ല. പാർട്ടിക്കിൾ റേഡിയേഷൻസും അയണൈസിങ് റേഡിയേഷൻസ് ആണ്. റേഡിയേഷൻ നമുക്ക് ഗുണമോ അതോ ദോഷമോ ആണ് ചെയ്യുന്നത്? റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും ജീനുകളിലും മാറ്റം വരുത്തുന്നു. ഇത് നമുക്ക് ദോഷം ചെയ്യാം, അതുപോലെ തന്നെ അതിനെ നമുക്ക് ഉപയോഗപ്രദവുമാക്കാം. റേഡിയേഷൻ്റെ ശക്തിക്കനുസരിച്ച് അത് ശരീരവുമായുള്ള പ്രവർത്തനത്തിൽ വ്യത്യാസം വരുത്തുന്നു. റേഡിയേഷൻ്റെ കൺട്രോൾഡ് ഉപയോഗമാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. 1895 എക്സ്റേ കണ്ടുപിടുത്തത്തോടു കൂടെയാണ് മെഡിക്കൽ ഫീൽഡിൽ റേഡിയേഷൻ്റെ കടന്നുവരവ്. അതിനുശേഷം റേഡിയോ ആക്ടിവിറ്റി, റേഡിയം മൂലകം എന്നിവ കണ്ടുപിടിച്ചു. ഇത് രണ്ടും നമ്മുടെ ക്യാൻസർ ചികിത്സാ രംഗത്ത് നല്ലൊരു കാൽവയ്പായിരുന്നു. WC റോൺജൻ കണ്ടുപിടിച്ച അറിയപ്പെടാത്ത രശ്മി, അതായത് അൺനോൺ റേ, എക്സ്റേ ഓർ റോൺജൻ റേ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് രോഗനിർണയത്തിന് ഒരു നാഴികക്കല്ലായി. എങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായ എക്സ്റേസ് ഒരു ഇമേജ് തരുന്നത്? ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ കൂടി പോയാൽ കട്ടിയുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയും, അറ്റോമിക് നമ്പർ കൂടുതലുള്ള സാധനങ്ങൾ, എല്ല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ റേഡിയേഷൻ ആഗിരണം ചെയ്യപ്പെടുന്നു. മറ്റു ഭാഗങ്ങളിൽ കുറഞ്ഞ ആഗിരണമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആഗിരണം ചെയ്തിട്ട് ബാക്കിയുള്ള രശ്മികൾ പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ഫിലിമിൽ പതിച്ചാൽ കൂടുതൽ രശ്മികൾ വരുന്ന ഭാഗത്ത് ബ്ലാക്കും കുറഞ്ഞ രശ്മി പതിക്കുന്ന ഭാഗത്ത് വൈറ്റും സംഭവിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടുന്നു. ഇതിനെയാണ് നെഗറ്റീവ് ഫിലിം എന്ന് പറയുന്നത്. കൂടുതൽ ശക്തിയുള്ള എക്സ്റേസ് ആണെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ നമ്മുടെ ശരീരവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയും, അത് ഡിഫറൻ്റ് ആണ്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹൈ എനർജി എക്സ്റേസ് ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്കാണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി എന്നൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ റേഡിയോ ആക്ടിവിറ്റി മുഖേന ഉണ്ടാകുന്ന ഗാമ റേഡിയേഷനൊക്കെയാണ് നമ്മൾ ക്യാൻസറിന് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി? നമ്മൾ കണ്ടുപിടിച്ച റേഡിയം മൂലകം, അതാണ് ആദ്യം നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ഈ റേഡിയം മൂലകത്തിൽ നിന്ന് നമുക്ക് ഗാമ റേസ് വരുന്നു. ഈ ഗാമ റേസ് നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. എന്താണ് റേഡിയേഷൻ? ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ റേഡിയേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷമ പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.